പ്രിയപ്പെട്ടവരെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനമ്പം ഭൂസംരക്ഷണ സമിതിയെ കൂടെ നിർത്താൻ UDF സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി വൈപ്പിൻ പഞ്ചായത്ത് മുനമ്പം ഡിവിഷനിൽ മത്സരിച്ചേക്കും. വോട്ട് ബഹിഷ്കരിക്കുമെന്ന സമരസമിതിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് UDFന്റെ നീക്കം. മുബഷീർ ഉണ്ട്. മുബഷീറാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. മുബഷീറിനോടാണ് ഈ മുനമ്പം സമരസമിതിയിലെ ചില ആളുകൾ പറഞ്ഞത് വേണ്ടി വന്നാൽ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് തന്നെ പറഞ്ഞു. ഇതെന്താ സംഭവം? എന്നിട്ട് വീണ്ടും ഇപ്പോൾ ആ സമരസമിതിയുടെ കൺവീനർ UDF പക്ഷത്ത് പോയി മത്സരിക്കാൻ പോവുകയാണോ? സമരസമിതിയുടെ പിന്തുണയോടുകൂടിയാണോ മുബഷീർ ഇത്? അരുൺകുമാർ, സമരസമിതിയുടെ രക്ഷാധികാരിയായിട്ടുള്ള ഫാദറിന്റെ ബൈറ്റായിരുന്നു അല്പസമയം മുമ്പ് നമ്മൾ കൊടുത്തിരുന്നത്. സമരസമിതിയുടെ ഒന്നാകെയുള്ള നിലപാടെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും, വോട്ട് ബഹിഷ്കരിക്കും, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നുള്ളതായിരുന്നു. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതേസമയം UDF ഒരു രാഷ്ട്രീയ നീക്കം ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും തന്നെ UDFന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തിയിട്ടില്ല. ഈ വൈപ്പിൻ പഞ്ചായത്തിലെ മുനമ്പം ഡിവിഷനിൽ നിന്നാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനർ ആയിട്ടുള്ള ജോസഫ് ബെന്നിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം ഇന്നോ അല്ലെങ്കിൽ നാളെയോ DCC പ്രസിഡന്റ് നടത്തുമെന്നുള്ളതാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ സമരസമിതിയുടെ ഔദ്യോഗിക നിലപാടുകൾ പറയുന്നതിലൊക്കെ തന്നെ മാധ്യമങ്ങളിൽ പതിവായിട്ട് വരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു ജോസഫ് ബെന്നി എന്നുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ സമരസമിതിയുടെ നിലപാടുകളൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു നീക്കം കോൺഗ്രസ് നടത്തുന്നത്. ഒരു ഭാഗത്ത് ദേശീയ തലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിനെതിരെ ഈ മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് NDA വലിയ പ്രചാരണം നടത്തിയിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു VD സതീശന്റെ നേതൃത്വത്തിൽ അനുനയ നീക്കം. പതിവായിട്ട് അവിടെ സന്ദർശനം നടത്തി സമരസമിതിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നത്. എന്തായാലും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഭൂസംരക്ഷണ സമിതി തയ്യാറായിട്ടില്ല. കോൺഗ്രസ് വൃത്തങ്ങളാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് വൈകിട്ടോടുകൂടി DCC പ്രസിഡന്റ് തന്നെ നടത്തുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. താങ്ക് യു. മുബഷീറാണ് ചേർന്നത്. സമരസമിതി പറയുന്നു, ഞങ്ങൾ ഇക്കുറി നമ്മളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ആർക്കും വോട്ടില്ല, നോട്ടയ്ക്ക് കൊണ്ടുപോയി കുത്തും, വേണ്ടി വന്നാൽ ബദൽ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുന്നു. അതിനിടയിൽ UDF ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുകയാണ്.